ക്രൈംബ്രാഞ്ചിന്റെ കടന്നുവരവ് ശരിക്കും കേസിനെ കുഴച്ചുമറിക്കാൻ മാത്രമാണ് ഉപകാരപ്പെട്ടത്. 9 മാസത്തെ അന്വേഷണത്തിന് ശേഷം മാനസിക അസ്വാസ്ഥ്യം മൂലം അഭയ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന കണ്ടെത്തലിൽ ക്രൈംബ്രാഞ്ചും കേസ് അവസാനിപ്പിച്ചു. അഭയയുടെ ശിരോവസ്ത്രം, മൃതദേഹത്തിൽ കണ്ട വസ്ത്രം, അടുക്കളയിൽ കണ്ട പ്ലാസ്റ്റിക് കുപ്പി, ചെരുപ്പുകൾ, ഡയറി തുടങ്ങിയവ സുപ്രധാന വസ്തുക്കൾ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് നൽകിയ ഉടൻ ക്രൈംബ്രാഞ്ച് കത്തിച്ചു കളഞ്ഞു. തുടർന്ന് കേസ് വിവാദമായതോടെ CBI അന്വേഷണം വേണമെന്ന ആവശ്യമുയർന്നു. ഇതിനിടയിൽ തിരുവനന്തപുരത്തെ ചീഫ് മെഡിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്തിയതായി ഒരു ഇംഗ്ലീഷ് പത്രം റിപ്പോർട്ട് ചെയ്തു. ഇത് വിവാദമായതോടെ അഭയ ആക്ഷൻ കൗൺസിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. അന്വേഷണം തകൃതിയായി മുന്നോട്ട് നീങ്ങുന്നു. മുൻ ASI VV അഗസ്റ്റിൻ 2008 നവംബർ 25 ആത്മഹത്യ ചെയ്തു. CBI ചോദ്യം ചെയ്ത അഗസ്റ്റിനെ 2008 നവംബർ 25 കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച നിലയിൽ ചിങ്ങവനം ചാലിച്ചിറയിലെ വീട്ടിൽ കണ്ടെത്തുകയായിരുന്നു. തന്റെ മരണത്തിന് ഉത്തരവാദി CBI ആണെന്ന് പറയുന്ന 4 വരികളുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് ജഡത്തിന് സമീപത്തു നിന്ന് കണ്ടെത്തി. അഭയ ആത്മഹത്യയുടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് അന്ന് കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിൽ ASI ആയിരുന്ന അഗസ്റ്റിനായിരുന്നു.